ഫ്രണ്ട്സ്, ഇന്ന് നമ്മളുടെ രാവിലത്തെ കലാപരിപാടികൾ തുടങ്ങുകയാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മളൊരു ചപ്പാത്തി മേക്കറാണ്, എന്തെന്ന് പറയുക, പ്രസ്സറ്, മേക്കറല്ല പ്രസ്സറ്, അത് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ. അപ്പോൾ ഇത്ര നാൾ നമ്മൾ പരത്തിയിട്ടാണ് ഉണ്ടാക്കാറ്. അപ്പോൾ ഇത് വാങ്ങിയോണ്ട് ഇതിൽ ഒരു പൂരി ഉണ്ടാക്കണം എന്നൊരാഗ്രഹം. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് പൂരി ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് എളുപ്പത്തിൽ ഉണ്ടാക്കണമെന്ന് ഞാൻ കാണിക്കാം കേട്ടോ. കണ്ടിട്ട് നല്ലുണ്ട്. നമ്മൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഞാൻ സത്യസത്യമായി പറയുന്ന ആളാണ്. വെറുതെ നോക്കിയിട്ട് ഫ്ലോപ്പായ നല്ലണ്ടെന്ന് പറയുന്ന ആളല്ല. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് 2 കപ്പ് മാവ് എടുക്കാം. 1 കപ്പ് എടുത്തിട്ടുണ്ട്. ഞാൻ ഗോതമ്പ് ആട്ടപ്പൊടിയിലാണ് ഉണ്ടാക്കണം കേട്ടോ. കുറച്ച് ഉപ്പിടുക, കുറച്ച് ഉപ്പിട്ടാൽ മതി കേട്ടോ. ഉപ്പ് കുറഞ്ഞാലും കുഴപ്പമില്ല. നമ്മൾ കറി കൂട്ടി കഴിക്കുമ്പോൾ കുഴപ്പമില്ല. അധികമായ ഒന്നിനും പറ്റില്ല, പ്രഷറുകാരാ. കുറച്ച് നെയ്യ് ഒഴിക്കുക, 1 സ്പൂൺ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. പിന്നെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കുറേശ്ശെയായിട്ട് നമ്മൾ കുഴച്ചെടുക്കണം. ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിത് കുഴച്ചെടുക്കും. കുഴക്കണതിലാണ് പൂരി ആയാലും ചപ്പാത്തി ആയാലും ടേസ്റ്റ് കിട്ടുക കേട്ടോ. ആവശ്യത്തിനുള്ള വെള്ളം അനുസരിച്ച് കുഴച്ച് നോക്കുക. കുറച്ചുണ്ടാക്കണമല്ലോ, നമുക്ക് കുറച്ച് മതി. ഞാൻ ചോറ് വെച്ചിട്ടുണ്ട്, ഉച്ചയ്ക്ക് ചോറുണ്ട്. അപ്പം ഉണ്ടാക്കുക പതിവ് കൂടെ. നമുക്കിപ്പോൾ കാണിക്കാൻ മാത്രമാണ്, നമ്മളെ ഇത് ഉദ്ഘാടനം ചെയ്യാൻ മാത്രമാണ് ഉണ്ടാക്കുന്നത്. മാവ് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. മാവ് നന്നായി കുഴച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് നേരം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അവിടെ ഇരിക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് ചിക്കൻ്റെ പണികൾ ചെയ്യാം കേട്ടോ. പെട്ടെന്ന് ഈ ചിക്കൻ കറി ഉണ്ടാക്കാം, പൂരി മസാലയ്ക്ക് വേണ്ടിയിട്ട്. ഇത് അടുപ്പിലങ്ങോട്ട് കൂട്ടി വെച്ചതിന് ശേഷം നമ്മൾക്ക് പൂരി ഉണ്ടാക്കാൻ നിൽക്കാം. അപ്പോൾ 2 ഒരേ സമയമാവും. പക്ഷികൾ വല്ലാണ്ട് ചിലക്കുന്നുണ്ട്. പാമ്പിനെ കണ്ടാലും ഇങ്ങനെ ചിലക്കുക. അപ്പുറത്തെ പറമ്പിൽ ഏതോ പാമ്പ് വന്നിട്ടുണ്ട് തോന്നുന്നുണ്ട്. കുറച്ച് ഉപ്പിള ഇടാം കേട്ടോ. ചിക്കനിലേക്കുള്ളപ്പം ഉപ്പിടാം. വേഗം മൊരിഞ്ഞ് കിട്ടുള്ളപ്പോൾ കുറേ നേരം അവിടെ നിൽക്കണ്ടല്ലോ. ഇത് മൊരിഞ്ഞിട്ടാണ് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളി മസാലയൊക്കെ അരച്ചത് ചേർക്കുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ടേസ്റ്റ് കുറയും. പകുതി വഴഞ്ഞാടും. നമ്മുടെ ഉള്ളിയൊക്കെ നല്ല മൊരിഞ്ഞിട്ടുണ്ട് കേട്ടോ. പകുതി മൊരിഞ്ഞാൽ മതി. കറിക്കുള്ളതായതുകൊണ്ട് റോസ്റ്റാണെങ്കിൽ ഇനി ഞാൻ കുറച്ചും കൂടി മൊരിക്കും. ഇത് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി കറി മസാലയൊക്കെ കൂടെ ഒന്ന് ക്രഷ് ചെയ്തതാണ് കേട്ടോ. അതാണ് ഇട്ടത്. ഇതെല്ലാം ഞാൻ കുറേ പ്രാവശ്യം വെച്ചിട്ടുള്ളതാണ്, അതുകൊണ്ട് ഡീറ്റെയിൽഡായിട്ട് കാണിക്കണില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് പച്ചമണം പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പൊടികളിടാം. 2 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂണ് മുളക് പൊടി, എരിവുള്ള മുളക് പൊടി, 1.5 സ്പൂണ് കാശ്മീരി മുളക് പൊടി ഇട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് ലൈറ്റ് വറവാകുമ്പോൾ നമുക്ക് തക്കാളി ആയിട്ടുണ്ട് കേട്ടോ. തക്കാളി ഒന്ന് ക്രഷ് ചെയ്തത് ഇതിലാണ് ക്രഷ് ചെയ്യുന്നത് കേട്ടോ. നല്ല സാധനമാണ് ഇത്. നിങ്ങൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ഇത് വാങ്ങിക്കോട്ടോ. നല്ല സാധനം. അതിങ്ങനെ അതിലിട്ടിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി, കുറച്ച് വലിയ കഷ്ണങ്ങളാക്കി ഇട്ടിട്ട് ഒന്ന് വലിച്ചാൽ മതി. പെട്ടെന്ന് ക്രഷായി കിട്ടും. ഇപ്പം മസാലയൊക്കെ നല്ല വെന്തിട്ടുണ്ട്.
അപ്പം നമുക്ക് ഈ ചിക്കന് കഴുകി വാരി വെച്ചതാണ് ഇതിലേക്ക് ഇടാം. ഒന്ന് വഴറ്റിയിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ചാറ് വേണമല്ലോ, പൂരിക്കാണല്ലോ, നല്ലൊന്ന് മിക്സാക്കുക. ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ നമുക്ക് കുറച്ച് ഈ അരപ്പിൻ്റെ വെള്ളമൊക്കെ അങ്ങോട്ട് ഒഴിക്കാം. പിന്നെ ചിക്കനിൽ വെള്ളം ഇറങ്ങിക്കോളും, അപ്പോൾ അധികം വെള്ളം ഒഴിക്കണ്ട. ഇതിപ്പോൾ നമുക്ക് മൂടി വയ്ക്കാം കേട്ടോ. ഒരു 10 മിനിറ്റ് മൂടിയിട്ടിരിക്കട്ടെ, എന്നിട്ട് പിന്നെ സിമ്മിൽ വയ്ക്കാം. അപ്പോഴേക്കും നമുക്ക് പൂരിയുടെ കാര്യങ്ങൾ ചെയ്യാം. നമ്മുടെ റൊട്ടി എന്തെന്താ പറയുക, ചപ്പാത്തി പരത്തണത് അവിടെ വലുതായി അങ്ങോട്ട് വരുന്നില്ല. നമ്മളെ കയ്യിൽ പരത്തണ മാതിരി നീളം നൈസാ വരുന്നില്ല. നമ്മൾ കയ്യിൽ തന്നെ ഇട്ട് പരത്തേണ്ടി വരും. ഇത്രയേ വരുന്നുള്ളൂ. പൂരി ഇത്ര പോയത്തിരും കൂടി വേണ്ട പൂരിക്ക്. നമ്മൾ കയ്യിൽ തന്നെ പരത്താൻ പോവുക. അപ്പോൾ നമ്മുടെ ചിക്കൻ കറിയൊക്കെ ഇവിടെ സൂപ്പറായി വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് ഈ നേരത്ത് നമുക്ക് കുറച്ച് മല്ലിയില ഇടാം. മല്ലിയില ഇട്ട് താളിച്ചതല്ല, ഇനി താളിക്കൊന്നും വേണ്ട. നമുക്ക് മൂടി വയ്ക്കാം കേട്ടോ. അടുപ്പ് ഓഫ് ചെയ്യാം. നമ്മുടെ ചപ്പാത്തിയാണ് നമ്മളതിനെ പറ്റിച്ചു. ചപ്പാത്തിമേ ഇതുണ്ടല്ലോ പ്രസ്സറിൽ ചെറുതായിട്ട് വരുന്നുള്ളൂ, ഇത്തിരി കൂടി വലിപ്പം വേണം. എത്ര ട്രൈ ചെയ്തിട്ട് വരുന്നില്ല. പിന്നെ ഞാനിവിടെ കൗണ്ടർ ടോപ്പിലിട്ടിട്ടാണ് ഇത്ര വലുതാക്കിയത്. അപ്പോൾ ഇനി ഇതൊക്കെ ഒന്ന് വലുതാക്കിയിട്ട് വരാം. അപ്പോൾ ഇതൊക്കെ ഒന്ന് വലുതാക്കിയിട്ട് വരാം കേട്ടോ. ഞാൻ ഒരെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്, അതുമാതിരി ഞാൻ ഉണ്ടാക്കിയിട്ട് വരാം. അപ്പോൾ നമ്മൾ ചപ്പാത്തി മേക്കർ പ്രസ്സർ വാങ്ങിയത് ഫ്ലോപ്പായി. അവസാനം നമ്മൾ കയ്യിൽ പരത്തിയെടുത്തു. പകുതി വരുന്നുള്ളൂ. എന്താണെങ്കിലും അത് ചെറുതാ, വലുതാണെങ്കിലേ വരുള്ളൂ. കാണിക്കുമ്പോൾ പടത്തിൽ കാണിക്കുമ്പോൾ അത് വലുതായിരുന്നു. അപ്പോൾ അത് ചെറുതായിട്ട് ഉണ്ടാക്കാനേ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ കയ്യിൽ പരത്തിയിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പൂരി ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. നമുക്കെന്നാൽ ഡബിൾ പണിയായി. അതിൽ പകുതി പരത്തി, ഇതിൽ പരത്തി. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ചിക്കൻ കറിയും പൂരി. പൂരി മസാല എന്നുള്ളത് നമ്മൾക്ക് ഗ്യാസാണ്, അത് കാരണം ചിക്കനാണ്. ഇന്ന് ഞായറാഴ്ചയാണ്. അപ്പോൾ ചിക്കൻ കറിയും പൂരിയായിട്ടിരിക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ടേസ്റ്റ് നോക്കാം കേട്ടോ എങ്ങനെയുണ്ടെന്ന്. എല്ലാവരും ഇതുമാതിരി ഉണ്ടാക്കി നോക്കിയിട്ട് എന്നോട് വിവരം പറയണേ. ടേസ്റ്റ് ഉണ്ടോ? നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഈ കറി ഉണ്ടാക്കിയിട്ട് പൂരി ഉണ്ടാക്കി കഴിച്ചാൽ. ഇത് നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ഓക്കെ, എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വീഡിയോ നിർത്തട്ടെ. ഓക്കെ, അപ്പോൾ ഓക്കെ, ബൈ.